വിശദമായ വാർത്തകളിലേക്ക്. ബാർക്കോഴ കേസിൽ SP സുകേഷിന്റെ അഭിപ്രായ പ്രകടനം ബാഹ്യസമ്മർദ്ദം കൊണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സുകേഷിന്റെ നിലപാട് മാറ്റം ആർക്കു വേണ്ടിയെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ചോദിച്ചു. ഇതാണ് അധികാരത്തിൽ തുടർന്നുകൊണ്ട് അന്വേഷണം നേരിട്ടാലുള്ള പ്രശ്നമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ ഈ ബാർക്കോഴ കേസ് അന്വേഷിക്കുന്ന നിയോഗിക്കപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അഭിപ്രായം, അത് മാണി അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അന്വേഷണം നടത്തിയാൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടക്കില്ല എന്നത് പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ നേരത്തെ എടുത്ത പല നിലപാടിൽ നിന്ന് വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാൻ തുടങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേരെ സമ്മർദ്ദങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ബാർക്കോഴ കേസിൽ ധനമന്ത്രി കെ മാണിക്കെതിരെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ച വിജിലൻസ് SP R സുകേശൻ നടത്തിയ അഭിപ്രായ പ്രകടനത്തിനാണ് പിണറായി വിജയന്റെ മറുപടി. തുടരന്വേഷണം പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം മാണി കുറ്റക്കാരനാണെന്ന് പറയാൻ കഴിയില്ലെന്നായിരുന്നു സുകേശന്റെ നിലപാട് മാറ്റം. ആർക്കുവേണ്ടിയാണ് സുകേശൻ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നുള്ളതുകൊണ്ട് ആരോപണ വിധേയനായ ആൾ കുറ്റവാളിയാകുന്നില്ല. ആർക്കുവേണ്ടി സുകേശൻ അത് പറഞ്ഞു? ആരാണത് പറയിപ്പിച്ചത്? മാണി മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിന്റെ പ്രശ്നമാണിത്. അധികാരത്തിൽ തുടർന്നുകൊണ്ട് അന്വേഷണം നേരിട്ടാൽ ഇങ്ങനെ സംഭവിക്കുമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഉമ്മൻചാണ്ടി അടക്കം മാണിയെ രക്ഷിക്കാൻ വേണ്ടി രംഗത്തുണ്ട്. ആ ഘട്ടത്തിലാണ് അന്വേഷണം നടത്തേണ്ട ഉദ്യോഗസ്ഥൻ മാണിക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ തയ്യാറാകുന്നത്. ഇതാണ് അധികാരത്തിൽ തുടർന്നുകൊണ്ട് അന്വേഷണം നേരിട്ടാനുള്ള പ്രശ്നം. അതേസമയം ബാർക്കോഴ കേസ് പ്രചരണ രംഗത്ത് ആളിക്കത്തിക്കാൻ ശ്രമിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പറഞ്ഞു. ബാർ കേസിൽ ഇപ്പോഴുള്ളത് തുടർ നടപടികൾ മാത്രമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കിട്ടിയപാട് രക്ഷപ്പെട്ടു എന്നാണ് അവർ ധരിച്ചത്. ജനങ്ങളുടെ ഇടയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആളിക്കത്തി വയ്ക്കുന്ന സമയത്താണ്. പക്ഷെ ഇത് കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം അറിയുന്നവരാണ്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്തെ 1,11,11,006 വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഒരു മാസക്കാലത്തെ പരസ്യ പ്രചരണത്തിന് വിട പറഞ്ഞ് മുന്നണികളും സ്ഥാനാർത്ഥികളും നിശബ്ദ പ്രചരണത്തിൽ മുഴുകിയിരിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി ജില്ലകളിലെ വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. വിധിയെഴുത്ത് ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അവസാന മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കാനുള്ള നിശബ്ദ പ്രചരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. ദക്ഷിണ കേരളത്തിൽ ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരത്തും കൊല്ലത്തും മധ്യ കേരളത്തിൽ ഇടുക്കിയിലും ക്രമീകരണങ്ങൾ പൂർത്തിയായി. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെയും നഗരസഭകളിലെയും ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികൾ നേരിട്ട് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ഈ പുതിയ രീതി അനുസരിച്ച് സെക്ടറൽ ഓഫീസർമാരാണ് പോളിംഗ് സാമഗ്രികൾ ബൂത്തുകളിൽ കൊണ്ടുചെന്നു കൊടുത്തത്. അതേസമയം ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടന്നു. ജില്ലയിൽ ആകെയുള്ള 3255 പോളിംഗ് ബൂത്തുകളിലേക്കായി 16 വിതരണ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ വരണാധികാരിയായ കളക്ടർ ബിജു പ്രഭാകർ പറഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള പോലീസ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോളിംഗ് സ്റ്റാഫ് എല്ലാം ഉണ്ട്, റിസർവ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, EVM എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ആകെ 2737 പോളിംഗ് ബൂത്തുകളുള്ള കൊല്ലം ജില്ലയിലും 16 കേന്ദ്രങ്ങളിൽ നിന്നാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. 1453 പോളിംഗ് സ്റ്റേഷനുകളുള്ള ഇടുക്കിയിൽ 10 കേന്ദ്രങ്ങളിൽ നിന്നും പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. എല്ലായിടങ്ങളിലും വൈകിട്ടോടെ ക്രമീകരണങ്ങൾ പൂർത്തിയായി. അതീവ പ്രശ്നബാധിത ബൂത്തുകളിലടക്കം സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പരസ്യപ്രചരണത്തിന്റെ തുടർച്ചയായി സജീവമായ നിശബ്ദ പ്രചരണത്തിലായിരുന്നു ഇന്ന് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഓരോ വീട്ടിലുമെത്തി വോട്ടുറപ്പിക്കലും കൂട്ടലും കിഴിക്കലുമായി അണിയറ പ്രവർത്തനങ്ങളും നിശബ്ദ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ പുരോഗമിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നും സമീറിനും കൊല്ലത്തു നിന്നും രാജ്കുമാറിനുമൊപ്പം തിരുവനന്തപുരത്തു നിന്നും ജിതിൻ ചന്ദ്രൻ. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ ശേഷിക്കെ മലബാറിലെ 4 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ബൂത്തുകളിൽ എത്തിച്ചു. അതീവ പ്രശ്നബാധിത ബൂത്തുകളിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ ജില്ലകളിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അവസാനഘട്ട നിശബ്ദ പ്രചരണവും പൂർത്തിയാക്കി മലബാറിലെ 4 ജില്ലകളാണ് ആദ്യഘട്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുക. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലായി 7291 പോളിംഗ് ബൂത്തുകളാണ് വോട്ട് രേഖപ്പെടുത്താനായി സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൽ 914 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളാണ്. പ്രശ്നബാധിത ബൂത്തുകളിലടക്കം അന്യസംസ്ഥാന സേനയുടെ സഹായത്തോടെ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരം ബൂത്തുകളിൽ പ്രത്യേക CCTV നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കും. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ
കേന്ദ്ര സംസ്ഥാന സർക്കാർ വിരുദ്ധ വികാരങ്ങൾ വോട്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF ക്യാമ്പ്. കോൺഗ്രസ് ഗ്രൂപ്പിസവും യൂത്ത് കോൺഗ്രസുകാരും ലീഗിലെ സ്വരച്ചേർച്ചയില്ലായ്മയുമാണ് UDF മലബാർ മേഖലയിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി. വലിയ സ്വാധീനമില്ലെങ്കിലും BJP, വെൽഫെയർ പാർട്ടി, SDPI എന്നീ പാർട്ടികളുടെ മത്സര സാന്നിധ്യവും ജില്ലയിൽ ആര് ആധിപത്യം ഉറപ്പിക്കുമെന്നറിയാൻ നിർണായക ഘടകങ്ങളാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കണ്ണൂർ പാട്യം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ സ്ഥാനാർത്ഥി കാരായി രാജൻ പ്രചാരണത്തിനെത്തി. കോടതി 2 ദിവസത്തേക്ക് ജാമ്യം നൽകിയതിനെ തുടർന്നാണ് കാരായി രാജൻ നിശബ്ദ പ്രചാരണത്തിനായി ഡിവിഷനിൽ എത്തിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ പാട്യം ഡിവിഷനിലേക്ക് ജനവിധി തേടാൻ കാരായി എത്തിയിരിക്കുന്നു. കാരായി രാജൻ ഇപ്പോൾ ജനങ്ങളോട് ഏറ്റവും അവസാന നിമിഷത്തിൽ വോട്ട് ചോദിച്ച് എത്തിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പാട്യം ഡിവിഷനിലെ 14 കേന്ദ്രങ്ങളിലാണ് കാരായി രാജൻ വോട്ടർമാരെ കാണാൻ എത്തിയത്. രാവിലെ എരുവട്ടിയിൽ ആരംഭിച്ച നിശബ്ദ പ്രചരണം വൈകുന്നേരം പാട്യത്ത് സമാപിച്ചു. ജനങ്ങളെല്ലാം വളരെ ആവേശത്തിലാണ്. പ്രധാനമായും മനസ്സിലാക്കാൻ സാധിച്ചത് നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി ഉള്ള അവരുടെ ശക്തമായ പ്രതികരണം ഈ ജനകീയ കോടതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓരോ കേന്ദ്രത്തിലും സ്നേഹോഷ്മളവും വൈകാരികവുമായ സ്വീകരണമായിരുന്നു സഖാക്കൾ കാരായി രാജന് നൽകിയത്. കാരായി രാജന് വേണ്ടി ഞങ്ങൾ എല്ലാ പ്രവൃത്തികളും വോട്ട് കിട്ടാനുള്ള എല്ലാ പ്രചരണങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. കിട്ടും. ചിറ്റാരിപ്പറമ്പ്, മാങ്ങാട്ടിടം, കോട്ടയം പഞ്ചായത്തുകളിലെ 7 ഡിവിഷനുകളിൽ അവസാന നിമിഷം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടാണ് പര്യടനം സമാപിച്ചത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. IPS അസോസിയേഷനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ജയിൽ DGP MG രാമൻ. വിൻസൻ പോളിനെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കുന്നതായി രാമൻ പറഞ്ഞു. വിൻസൻ പോളിന് IPS അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും ജേക്കബ് തോമസിനെ കൊച്ചാക്കി കാണിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി IPS അസോസിയേഷൻ പ്രമേയം പാസാക്കിയതിൽ രൂക്ഷ വിമർശനമാണ് മുൻ ജയിൽ DGP രാമൻ ഉന്നയിക്കുന്നത്. വിൻസൻ പോളിനെ അനുകൂലിക്കുകയും ജേക്കബ് തോമസിനെ കൊച്ചാക്കി കാണിക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രമേയം പാസാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കുന്നുണ്ട്. സഡൻലി നിങ്ങളുടെ അസോസിയേഷൻ കൂടിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഈ ഡിസിഷൻ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് വിൻസൻ പോളിനെ പറ്റി നല്ലതും പിന്നെ എല്ലാവരും ഇൻഡയറക്ട്ലി എന്താ പറയണത്, നിങ്ങളെല്ലാം ഭംഗിയായിട്ട് ജോലി ചെയ്യണം, കീപ് വിതിൻ ലിമിറ്റ്സ് എല്ലാം പറയേണ്ടത് എന്തിനാണ്? ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതിലാണ് എനിക്ക് സംശയം. ഇത് ഏതെങ്കിലും നേതാവ് പറഞ്ഞിട്ടാണ്, രാഷ്ട്രീയക്കാരൻ പറഞ്ഞിട്ടാണോ കൂടിയത്? അതാണ് എനിക്ക് സംശയം. 77 ഫ്ളാറ്റുകൾക്ക് നിയമവിരുദ്ധമായി അനുമതി നൽകിയത് കണ്ടുപിടിച്ചത് സർക്കാരിന് ദഹിക്കാത്തതിനാലാണ് ജേക്കബ് തോമസിനെ മാറ്റിയതെന്നും അന്ന് എന്തുകൊണ്ടാണ് IPS അസോസിയേഷൻ പ്രമേയം പാസാക്കാതിരുന്നതെന്നും മുൻ DGP ചോദിക്കുന്നുണ്ട്. 77 ഫ്ലാറ്റ്സിൻ്റെ ഇത് പെർമിഷൻ കൊടുത്തത് അതിൻ്റെ എന്തോ ഇല്ലീഗലായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചത് സർക്കാരിന് ദഹിച്ചിട്ടില്ല. അപ്പോൾ ഉടനെ മാറ്റി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത് മാറ്റിയപ്പോൾ ആ സമയത്ത് IPS അസോസിയേഷൻ എവിടെയായിരുന്നു? ഋഷിരാജ് സിംഗിനെ സ്ഥലം മാറ്റിയപ്പോഴും അസോസിയേഷൻ പ്രതികരിച്ചില്ല. ഒരു ഓഫീസറെ നല്ലതാക്കുന്നതും മറ്റൊരാളെ മോശമാക്കി കാണിക്കുന്നതും ശരിയല്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുൻ DGP MG രാമൻ. വിൻസൻ പോളിനെതിരെ കോടതി പരാമർശമുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ IPS ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് പ്രമേയം പാസാക്കിയാലുള്ള ഒരു സംശയം തന്നെയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. നിലമ്പൂരിനോടൊപ്പം ബിജേഷ് നടുവിൽ. ബാർക്കോഴ കേസിൽ തനിക്ക് പലതും വെളിപ്പെടുത്താനുണ്ടെന്ന് എലഗൻ ബാർ ഉടമ ബിനോയ്. എന്ത് നഷ്ടപ്പെട്ടാലും സത്യം പുറത്തുകൊണ്ടുവരുമെന്നും ജനങ്ങളുടെ പിന്തുണ തനിക്ക് ഉണ്ടാകുമെന്നും ബിനോയ് വ്യക്തമാക്കി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ബിനോയിയുടെ പ്രതികരണം. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഇരുമ്പയിര് ഖനനത്തിന് അനുമതി നൽകാൻ മുൻമന്ത്രി എളമരം കരീം 5 കോടി രൂപ വാങ്ങിയെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽ. പണം വാങ്ങിയതിന് തെളിവ് നൽകാൻ ആരോപണം ഉന്നയിച്ചവർക്ക് കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ട്. വിജിലൻസ് SP R സുകേശൻ തയ്യാറാക്കിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ അംഗീകരിച്ചു. ബീഹാറിലെ 4ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സമാപിച്ചു. 7 ജില്ലകളിലായി 55 സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 57% റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തി. ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായതൊഴിച്ചാൽ പൊതുവെ സമാധാനപരമായിരുന്നു വോട്ടിംഗ്. മുസാഫർപൂർ, സിവാൻ, ഗോപാൽഗഞ്ച് അടക്കം 7 ജില്ലകളിലെ 55 നിയമസഭാ മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. 14,139 ബൂത്തുകളിൽ 776 സ്ഥാനാർത്ഥികൾ ജനവിധി തേടി. മനോജ് കുശ്വാഹ, രഞ്ജു ഗീത തുടങ്ങിയ പ്രമുഖർ മത്സരരംഗത്തുണ്ടായിരുന്നു. നക്സൽ ഭീഷണി നിലനിൽക്കുന്നിടത്ത് 4 മണിക്ക് തന്നെ വോട്ടിംഗ് അവസാനിച്ചു. ഷിവോറിൽ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാക്കൾ വോട്ടിംഗ് രേഖകൾ കീറിക്കളഞ്ഞതുമായി ബന്ധപ്പെട്ട് ചില സംഘർഷങ്ങൾക്ക് വഴിവെച്ചു.
രാവിലെ മുതൽ സ്ത്രീ വോട്ടർമാരുടെ വൻ സാന്നിധ്യം ഇത്തവണയും ബൂത്തുകളിൽ കണ്ടു. അടുത്ത ഘട്ട വോട്ടെടുപ്പ് നവംബർ 5-നാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം 4ാം ഘട്ടത്തിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA. എന്നാൽ സ്വദേശീയരായ സ്ഥാനാർത്ഥികളെ നിർത്തി സംവരണ പ്രശ്നമടക്കം ഉയർത്തിക്കാട്ടിയത് ഫലം ചെയ്യുമെന്ന് മഹാസഖ്യവും പ്രതീക്ഷിക്കുന്നു. മനു ശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബീഫ് വിൽക്കുന്ന കൊച്ചിയിലെ സർക്കാർ സ്ഥാപനത്തിന് സംഘപരിവാറിന്റെ ഭീഷണിയെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും ഇതുവരെ നടപടിയുണ്ടായില്ല. മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ കാക്കനാട്ടുള്ള ശാല അടിച്ചുപൊളിക്കുമെന്നായിരുന്നു ഭീഷണിയെ തുടർന്ന് ഭീതിയിലാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ബൈക്കിൽ വന്ന 2-അംഗ സംഘം വിൽപ്പനശാലയിലെത്തി ഭീഷണി മുഴക്കിയത്. ബീഫ് വിൽക്കുന്നുണ്ടോ എന്നന്വേഷിച്ച സംഘത്തോട് ഉണ്ട് എന്ന് ജോലിക്കുണ്ടായിരുന്ന ജീവനക്കാർ അറിയിച്ചു. ഡൽഹിയിലും മറ്റും നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ച് തുടർന്ന് ഭീഷണി മുഴക്കുകയായിരുന്നു. അവർ വന്നിട്ട് ചോദിച്ചു ബീഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബീഫ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ബീഫ് വിൽക്കാൻ പാടില്ലെന്ന് അറിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ച് കസ്റ്റമർ വന്ന് വെറുതെ തമാശക്ക് ഇതേമാതിരി പറയാറുണ്ട്, അതേമാരായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ദേഷ്യത്തോടെയൊക്കെ സംസാരിച്ചു. ഇപ്പോൾ 2 പേർ മാത്രമാണ് വന്നതെന്നും വിൽപ്പന തുടർന്നാൽ കൂടുതൽ പേർ ഇവിടെ എത്തുമെന്നും കേരള ഹൗസിലെ അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും വനിതാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഹോർട്ടികോർപ്പ് വളപ്പിനകത്താണ് MPIയുടെ വിപണനശാല പ്രവർത്തിക്കുന്നത്. ഭീഷണിയെ തുടർന്ന് തൃക്കാക്കര പോലീസിൽ MPI അധികൃതർ പരാതി നൽകി. ബീഫ് വിൽപ്പനയ്ക്കെതിരെ ഉത്തരേന്ത്യയിൽ സംഘപരിവാർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയായാണ് ഈ വിഷയത്തെയും വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലയാള ശ്രേഷ്ഠ ഭാഷാ ദിനാഘോഷത്തിന്റെയും ഭരണഭാഷാ വാരാഘോഷത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനവും ആദരിക്കൽ ചടങ്ങും ബഹിഷ്കരിക്കുമെന്ന് കവയിത്രി സുഗതകുമാരി. മലയാള ഭാഷയോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. MT വാസുദേവൻ നായരും ആദരിക്കൽ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠ ഭാഷ നമുക്ക് ലഭിച്ചതിന് ശേഷം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും വീണ്ടും 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 ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടും ഭാഷാ നിയമം പാസ്സാക്കാൻ സാധിച്ചില്ല എന്നുള്ളതിൽ ഞങ്ങൾ എഴുത്തുകാരുടെ പ്രതിഷേധം ശക്തമായി അറിയിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒരാദരിക്കലും ഇപ്പോൾ വേണ്ട, ആദ്യം ഭാഷാ നിയമം നടപ്പിലാക്കുക എന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. അതൊരു അനാദരവല്ല, ഞങ്ങളുടെ ദുഃഖം മാത്രമാണ്, ഞങ്ങളുടെ പ്രതിഷേധം മാത്രമാണ്. ഇന്ന് കേരളപ്പിറവി. ഐക്യകേരളം രൂപീകൃതമായിട്ട് 59 വർഷങ്ങൾ. മലയാളത്തിന്റെ മണ്ണിൽ ഭാഷയുടെ വ്യക്തിത്വം ശക്തമായി രൂപം കൊണ്ടതിന്റെ സ്മരണയിലാണ് കേരളപ്പിറവി ദിനം ആഘോഷിക്കപ്പെടുന്നത്. പുരാണ കഥാഖ്യാനങ്ങളുടെ പൊടിപിടിച്ച ഏതോ കോണിൽ നിന്ന് കിഴക്കോട്ട് പാഞ്ഞ ആ മഴുവിന്റെ ദൂരം കൊണ്ട് അളക്കാവുന്നതല്ല തലമുറകളിലൂടെ സ്വാംശീകരിക്കപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ അന്തർധാരകൾ. 7 കടലും കടന്നു വന്ന് കരതൊട്ട നാവികനും സഖ്യന്റെ ചുരമിറങ്ങി വന്ന മറുതാടൻ സായുധപാണിയുമെല്ലാം ആ സംസ്കാരത്തിന്റെ അന്തസത്തയെ കൗതുകത്തോടെ മാത്രം വീക്ഷിച്ചു. സംസ്കാരം ഭാഷ കൊണ്ട് ഒരു ജനതയെ സമന്വയിപ്പിച്ചപ്പോൾ ഭാഷ നമുക്ക് വാത്സല്യം നിറയുന്ന മാതൃഭാവമായി. കിളിപ്പെണ്ണിന്റെ മധുരമൊഴിയിലൂടെയും തുള്ളൽപ്പാട്ടിന്റെ താളലയങ്ങളിലൂടെയും കാലത്തിന്റെ ഋതുഭേദങ്ങൾ കടന്ന് ഭാഷ സമ്പന്നമായി. സാർവലൗകിക തത്വമായി അദ്വൈത ദർശനം പകർന്നു തന്ന ആചാര്യ വീക്ഷണം നാടിന്റെ പെരുമയെ ആർഷഭാരത സംസ്കാരത്തിന്റെ കണ്ണിയുമായി കൂട്ടിയിണക്കി. തിരുവിതാംകൂറും ദേശിംഗനാടും വള്ളുവനാടും കോലത്തുനാടുമെല്ലാം ഭാഷയുടെയും ജീവിതരീതിയുടെയും ആചാരങ്ങളുടെയും വൈവിധ്യം പകർന്നുകൊണ്ട് തന്നെ ഏകതയുടെ കാഹളം മുഴക്കി. അങ്ങനെ ബഹുസ്വരതയുടെ ശരിയിൽ തീർത്ത ഏകസ്വരത്തിന്റെ ശില്പശാലയായി നമ്മുടെ കേരളം. ചേരമാൻ പള്ളിയിലെ താഴികക്കുടങ്ങൾക്കും മലയാറ്റൂരിലെ മെഴുകുതിരിനാളത്തിനും പമ്പയിലെ മണൽത്തരികൾക്കും ആ സംസ്കൃതിയുടെ കണ്ണുകളിൽ ഒരേ വിശുദ്ധി നിറഞ്ഞ കാഴ്ചയായിരുന്നു. ദേശാന്തരങ്ങൾ ആ ഒരുമയുടെയും നന്മയുടെയും സത്യബോധത്തെ വാക്കുകൾ കൊണ്ട് വാഴ്ത്തി. എങ്കിലും വർത്തമാനകാലത്ത് ആ മൂല്യബോധത്തിൽ വിള്ളലുകൾ വീഴുകയും പകയുടെയും വിദ്വേഷത്തിന്റെയും കഥ കാട്ടുതീയായി പടരുകയും പിഞ്ചുരോധനങ്ങളിൽ നിസ്സഹായതയുടെ നിറംകെട്ട ചിത്രങ്ങൾ ദൃശ്യമാവുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം എന്ന വിശേഷണം നമ്മെ കൈവിടുന്നു. ജീവിതത്തിന്റെ ഈ അതിവേഗത്തിൽ നാം ബഹുദൂരം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൾച്ചറൽ ഡെസ്ക്. കേരളപ്പിറവി ദിനത്തിൽ മലയാളത്തിന് ആദരവായി ഗാനോപഹാരം ഒരുക്കുകയാണ് കൊച്ചി സ്വദേശിനിയായ ടീന മേരി എബ്രഹാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ടീന തന്നെയാണ് മ്യൂസിക്കൽ ആൽബത്തിന്റെ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അമ്മ മലയാളം എന്ന് പേരിട്ടിരിക്കുന്ന ആൽബം ഇന്നലകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. ഗ്രാമാന്തരീക്ഷവും ബാല്യത്തിന്റെ സജീവതയുമെല്ലാം വരികളിൽ നിറയുന്നുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BTechഉം MBAയും പൂർത്തിയാക്കിയ ടീന തന്റെ ജോലി തിരക്കുകൾക്കിടയിൽ നിന്നുമാണ്
അമ്മ മലയാളം ഒരുക്കിയത്. ടെക്കികൾക്കും ഇതെല്ലാം കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട് ഈ കലാകാരി. ഈ ടെക്കീസിന് ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. ഞങ്ങളുടെ ടെക്കി വേൾഡിൽ തന്നെ വി ഹാവ് എ ലോട്ട് ഓഫ് കോമ്പറ്റീഷൻസ്, കുറേ ആക്ടിവിറ്റീസ്, കൾച്ചറൽ എക്സ്ട്രാ എല്ലാം നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. അവർക്ക് നല്ലൊരു ആസ്വാദനമാണ് ഈ ഒരു ഗാനം തീർച്ചയായും. സെൻട്രൽ എക്സൈസ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയപ്പോൾ മലയാളത്തിൽ നിന്ന് ദേശീയാടിസ്ഥാനത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ടീനയുടെ രചനയും സംഗീതവുമായിരുന്നു. യൂട്യൂബിൽ റിലീസ് ചെയ്ത അമ്മ മലയാളം ആസ്വാദകർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടീന. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ കോച്ചായി ടെറി ഫെലാനെ നിയമിച്ചു. നിലവിൽ ടീമിന്റെ ടെക്നിക്കൽ ഡയറക്ടറാണ് ഫെലൻ. അയർലൻഡിന്റെ ദേശീയ താരമായിരുന്നു ഫെലാൻ. പീറ്റർ ടൈലർ ഒഴിവായ സ്ഥാനത്താണ് ഫെലാന്റെ നിയമനം.